ഹായ് ഫ്രണ്ട്സ്, വെറൈറ്റി ഹെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചുരിദാറിന്റെ ഒക്കെ സ്ലിറ്റിന്റെ അടിഭാഗത്ത് ചെയ്യുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ചുരിദാറിന്റെ ഒക്കെ അടിഭാഗത്ത് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റ് ത്രെഡ്, ഓഫ് വൈറ്റ് കളറിലുള്ള കുറച്ച് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ്, പിന്നെ പിസ്ത ഗ്രീൻ, പിന്നെ ഒരു യെല്ലോ ഷെയ്ഡുള്ള ത്രെഡ്, പിന്നെ നമുക്ക് ഫ്രെയിമും സൂചിയും. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചുരിദാറിന്റെ ഫ്രണ്ട് പോർഷൻ ആണ്. ഞാൻ ബാക്ക് പാർട്ടിൽ ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഫ്രണ്ട് പോർഷനിൽ ഞാൻ പാതി ഭാഗം ചെയ്തു. ഇനി 3 ഡിസൈൻ കൂടിയേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ബാക്ക് ഭാഗത്ത് കാണിക്കാം. നമുക്ക് അതിനായിട്ട് ഒരു പേപ്പറിൽ നമ്മൾ എത്ര ഹൈറ്റിലാണോ ഈ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 8 ഇഞ്ച് ഹൈറ്റിലാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഓരോ ഡിസൈനും തമ്മിലുള്ള അകലം എന്തൂരമാണോ ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് വളച്ച് ഒരു ഡിസൈൻ പോലെ, ജസ്റ്റ് ഒരു വള്ളി പോലെ നമുക്കിതൊന്ന് വരച്ചെടുക്കാം. അപ്പം അതുപോലെ തന്നെ 2 എണ്ണം ഒരുപോലെ വരയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്നാലാണ് നമ്മുടെ ഡിസൈൻ എല്ലാം ഒരുപോലെ ഇരിക്കത്തുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഇതിലോട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിലത്തെ പീസല്ല, ബാക്കിലത്തെ പീസിന്റെ നല്ല വശത്താണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത്. ഞാൻ നെക്കും ആം ഹോളും ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ചുരിദാറാണ്. അപ്പം അതിന്റെ നല്ല വശത്താണ് എപ്പോഴും മാർക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഡിസൈൻ വരേണ്ടത് നല്ല വശത്താണല്ലോ, എംബ്രോയിഡറി ചെയ്യുന്നത് നല്ല വശത്തായതുകൊണ്ട് നല്ല വശത്താണ് നമ്മൾ വരച്ചെടുക്കുന്നത്, നല്ല വശത്താണ്. അപ്പം നമുക്കിതിന് ഫസ്റ്റ് നമ്മൾ അടി മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം അത് അതിൻ്റെ ഉള്ളിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഡിസൈൻ എപ്പോഴും പുറത്ത് നിൽക്കണമല്ലോ, മടക്കി പോകുന്നതിൻ്റെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് സ്ലിറ്റ് മടക്കി 2 സൈഡിലും സ്ലിറ്റ് മടക്കി അടിക്കാനുള്ള വീതി, അതും 1 ഇഞ്ച് വീതം 2 സൈഡിലും മാർക്ക് ചെയ്യുക. നമ്മൾ എന്തൂരാണോ നമ്മുടെ ഹൈറ്റിന്റെ ഏകദേശം നമ്മൾ ചെയ്യുന്ന ഡിസൈനിന്റെ ഹൈറ്റിന്റെ അത്രയും മതിയാവും, മുഴുവൻ മാർക്ക് ചെയ്യണമെന്നില്ല. അതിനുശേഷം നമ്മൾ വരച്ചെടുത്തിരിക്കുന്ന ഈ ഡിസൈൻ അതിലോട്ട് വെച്ച് വരച്ചെടുക്കാം. അപ്പം ഞാൻ ഈ 2 സൈഡും ഒരുപോലെ വരയ്ക്കാൻ പറഞ്ഞത് ഇങ്ങനെ വരച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ്. ഇതിപ്പോൾ നമ്മൾ അല്ലാതെ മാർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം 2.5 ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകുമ്പം ആ കേർവുകൾ ചെരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പം ഒരേ ഡിസ്റ്റൻസിൽ വരുന്നത് കൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം നമുക്കിതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഞാനിത് ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് വെച്ച് ചെയ്തതാണ്, അതുകൊണ്ട് അത്രേ കാണിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്ന ഒന്നുകൂടെ ഡാർക്കൺ ചെയ്ത് മാർക്ക് ചെയ്യുക കേട്ടോ, വീഡിയോയിൽ കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് ഫ്രെയിമിൽ സെറ്റ് ചെയ്യണം. ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫ്രെയിം എടുത്ത് ഫ്രെയിമിൽ നല്ല ടൈറ്റ് ആയിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ എംബ്രോയിഡറിയുടെ ഏറ്റവും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എംബ്രോയിഡറി ഫ്രെയിം. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഫ്രെയിമിൽ വെച്ച് ചെയ്താലേ നമുക്ക് തുണി നല്ല സ്റ്റിഫായിട്ടിരിക്കത്തുള്ളൂ. അല്ലാതെ ചെറിയ ഡിസൈനൊക്കെ ചെയ്യാം, പക്ഷെ നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത് ഒരു എംബ്രോയിഡറി ഫ്രെയിം വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഫസ്റ്റ് ഞാൻ ആ വള്ളിയിൽ പച്ച ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം ചെയ്യാൻ എടുക്കുമ്പോൾ ഇച്ചിരി വലിയ സൂചി എടുക്കുക, കാരണം ആ ത്രെഡ് കയറണമല്ലോ. ആ ത്രെഡ് കയറാൻ പാകത്തിനുള്ള ഒരു സൂചി എടുത്തിട്ട് നമുക്കതിൽ ത്രെഡ് കോർത്തെടുക്കാം. ഒത്തിരി നീളമൊന്നും വേണ്ട, ഫുൾ ലെങ്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ വെക്കുന്ന കെട്ടുകൂടും. അതുകൊണ്ട് നമുക്ക് കുറച്ച് മതി, ഒത്തിരി ലെങ്ത് ഇല്ലാതെ ഇത് അത്രയും നീളമൊക്കെ മതിയാകും. എന്നിട്ട് നമുക്കിത് സൂചിയിൽ കോർത്തെടുക്കാം. തീരെ ചെറിയ സൂചി എടുത്ത് നമുക്കിത് കോർക്കാൻ പാടാം, അതുകൊണ്ടാണ് വലിയ സൂചി വേണമെന്ന് പറഞ്ഞത്. നമുക്കിത് സൂചിയിൽ കോർത്തെടുത്തതിന് ശേഷം ഇതിന്റെ ഒരറ്റത്ത് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. സിംഗിൾ ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒറ്റ അറ്റത്ത് ത്രെഡ് ഇട്ടാൽ മതി. അതിനുശേഷം നമുക്കിതിന്റെ ചീത്ത ഭാഗത്ത്, നമ്മൾ എടുത്തിരിക്കുന്ന മാർക്ക് ചെയ്തതിന്റെ ചീത്ത ഭാഗത്ത് നിന്ന് സൂചി മുകളിലോട്ട് കുത്തിയെടുക്കാം. ഇങ്ങനെ സൂചി കംപ്ലീറ്റ് വലിച്ച്, സൂചി നൂലും വലിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ കുത്തിയത് അവിടുന്ന് ഒരു 2 മില്ലിമീറ്റർ, കുറച്ച് ദൂരം മതി, 2 മില്ലിമീറ്റർ ഫ്രണ്ടിലോട്ട് കുത്തിയെടുക്കുക. അതിനുശേഷം ആ സൂചിയിലോട്ട് ആ നൂലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ഒറ്റ ഇങ്ങനെ കോർത്തിങ് എടുത്താൽ മതി,
ഒത്തിരി റൗണ്ട് ഒന്നും വേണ്ട. അതിനുശേഷം വീണ്ടും നമ്മുടെ എവിടെയാണോ ആ വളവ് വന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ആ ചെയിൻ പോലെ വന്നതിൻ്റെ സെൻറ്ററിൽ നിന്ന് വീണ്ടും വീണ്ടും കുത്തി സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്ത് പോകാം. ചെയിൻ സ്റ്റിച്ചാണിത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ എവിടെയാണോ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് വന്നത് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുത്തിയെടുക്കുക. എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ചെയ്ത എംബ്രോയിഡറി, ഒന്ന് ചെയ്ത റിങ്ങിൻ്റെ ഉള്ളിൽ നിന്നാണ് അടുത്ത റിങ് പോകുന്നത്. എന്നാലാണ് ഇത് നമുക്ക് ചെയിനായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയിനായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റിച്ച് ഏകദേശം അവസാന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിത് 2 സ്റ്റിച്ച് കൂടി ഇട്ടതിന് 2 ചെയിൻ കൂടി ഉണ്ടാക്കിയിട്ട് അത് അടി കൊണ്ടുപോയി കെട്ടിട്ട് വെക്കണം. അപ്പം കെട്ടിടാനായിട്ട് നമ്മുടെ സ്റ്റിച്ച് എവിടെ ചേർന്നോ, ഇത്രയും നേരം നമ്മൾ ഉള്ളിൽ കുത്തിയാണ് എടുത്തത്. ഇനി ഇത് പുറത്തോട്ട് കുത്തിയിട്ട് ചെയ്ത് തീർന്നതിൻ്റെ ആ റിങ്ങിൻ്റെ പുറത്തു നിന്ന് ചീത്ത വശത്തോട്ട് കുത്തിയെടുക്കുക. അതിനുശേഷം അവിടെ കെട്ടിടുക. കെട്ടിട്ടില്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും. ചെയിൻ സ്റ്റിച്ച് ആയതുകൊണ്ട് വലിച്ചു കഴിയുമ്പോൾ അഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കെട്ടിട്ട് നിർത്തുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു 2 കെട്ടിട്ടിട്ട് നമുക്കതവിടെ കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വള്ളി പോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എവിടെയൊക്കെയാണോ ഫ്ലവേഴ്സ് വരേണ്ടത് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എവിടെയൊക്കെ ഫ്ലവർ വരുന്നോ അത് ജസ്റ്റ് നോക്കി അതുപോലെ മാർക്ക് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ആകെ 3 സ്റ്റെപ്പ് ഫ്ലവർ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് എവിടെയൊക്കെ ലീഫ് വരുന്നോ ആ ലീഫും കൊടുക്കുക. ഞാനിവിടെ ലീഫും വൈറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ വെച്ചിട്ട് ചെയ്യാം. നമ്മുടെ സ്റ്റിച്ച് എവിടെയൊക്കെ വരണമെന്ന് നോക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ വൈറ്റ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വൈറ്റ് ത്രെഡ് നമുക്ക് സൂചിയിലൊന്ന് കോർത്തെടുക്കാം. കോർത്തെടുത്ത ശേഷം നമുക്കിതിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കാം. ഒറ്റ സിംഗിൾ ത്രെഡിൽ കെട്ടിട്ട് കൊടുക്കുക. 2 എണ്ണം കൂട്ടിയല്ല, ഒരെണ്ണം തന്നെയാണ് കെട്ടിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്ലവർ ചെയ്യാം. ഫ്ലവറിൻ്റെ എതളുകൾ എവിടെയൊക്കെ വരുന്നോ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മനസ്സിൽ കണ്ടുവെക്കുക. 5 എതളുകളാണ് ഇതിന് വരുന്നത്. അപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ എവിടെ വരുന്നോ അവിടുന്ന് സൂചി കുത്തി ചീത്ത വശത്തു നിന്ന് നല്ല വശത്തോട്ട് സൂചി കുത്തി നൂല് പൊക്കിയെടുക്കുക. അതിനുശേഷം ഇച്ചിരി മുമ്പ് ചെയ്തതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ഇച്ചിരൂടെ നീളം കൂട്ടി, ഇച്ചിരി മുമ്പ് ചെയ്ത ചെയിന് വളരെ കുഞ്ഞു ചെയിനുകളായിരുന്നു. ഇത് ചെയ്യുന്നത് ഇച്ചിരൂടെ നീളം കൂട്ടി ചെയ്യുക. അതിനുശേഷം അവസാനം എങ്ങനെ നമ്മൾ കെട്ടിട്ടോ അതുപോലെ ഇത് താഴത്തോട്ട് കുത്തിയെടുക്കുക. അപ്പോൾ ഒരു എതളായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഓരോരോ എതളുകളും തയ്ച്ചെടുക്കുക. നേരെ മുകളിലോട്ട് കുത്തിയെടുക്കുക. അതിനുശേഷം ഒരു എതളിന് എന്തോരം നീളമാണോ ഉദ്ദേശിക്കുന്നത് ആ നീളത്തിൽ കുത്തിയെടുക്കുക. സൂചിയിൽ ഒന്ന് ത്രെഡ് റൗണ്ട് ചെയ്തെടുക്കുക. അതിനുശേഷം താഴത്തോട്ട് സൂചി കുത്തി താത്തി എടുത്തിട്ട് അടുത്ത എതള് ചെയ്യാം. നിങ്ങൾക്ക് വേണേ ഇതിന് പകരം ബുള്ളിയൻ റോസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫ്ലവർ വേറെ ചെയ്യാം. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഫ്ലവർ ആട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. എല്ലാവർക്കും അത്യാവശ്യം ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഫ്ലവർ നോക്കി ചെയ്തു എന്നേ ഉള്ളൂ.
ഇതാ 5 ഇതളുകളും ഏകദേശം കംപ്ലീറ്റ് ആയി. 5 ഇതളുകളുള്ള ഒരു ഫ്ലവർ. ഇനി ഫ്ലവറിന്റെ വലിപ്പം കൂട്ടിയാൽ നിങ്ങൾക്ക് ഇതളുകളുടെ എണ്ണം കൂട്ടാം കേട്ടോ. അതാ 5 ഇതളുള്ള ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇതുപോലെ തന്നെയുണ്ട്. അങ്ങനത്തെ 5 ഇതളുകളുള്ള ഒരു ഫ്ലവർ. ഇനി നമുക്കിത് താഴെ കൊണ്ടുപോയിട്ട് കെട്ടിട്ട് വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള അതുപോലത്തെ ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഫ്ലവേഴ്സ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. 6 ഫ്ലവേഴ്സും ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിനി ലീഫ് ചെയ്യാം. ലീഫ് ഞാൻ വൈറ്റ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലീഫ് എവിടെ വരുന്നോ അവിടുന്ന് സൂചി കുത്തിയെടുക്കുക. എതള് ചെയ്തതുപോലെ തന്നെ, ഫ്ലവറിന്റെ എതള് ചെയ്തതുപോലെ തന്നെ ലീഫും ചെയ്തെടുക്കാം. ലീഫിന്റെ നീളം എന്തൂരം വേണോ അത്രയും നീളത്തിൽ ജസ്റ്റ് ഒന്ന് സൂചി കുത്തി വലിച്ചെടുക്കുക. അതിൽ ത്രെഡ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം താഴത്തോട്ട് കുത്തിയെടുക്കുക. പിന്നെ അടുത്ത ലീഫ് എവിടെയാണോ വരുന്നത് അത് അവിടെ ചെയ്യുക. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ചെയ്ത് മുഴുവൻ ലീഫുകളും ചെയ്യാം. അപ്പം നമ്മുടെ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആകും. ചെയ്തു വരുമ്പോൾ നമ്മുടെ ത്രെഡ് തീർന്നു പോവുകയാണെങ്കിൽ നമുക്കത് താഴെ വെച്ചൊരു കെട്ടിട്ട് നിർത്തിയിട്ട് അടുത്ത ത്രെഡ് എടുത്ത് കണ്ടിന്യൂ ചെയ്തു പോവുക. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ലീഫ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കൂടെ ഓരോ യെല്ലോ കുഞ്ഞു മുത്ത് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. അപ്പം ഇതിൽ ചെയ്യുന്ന ഫ്രഞ്ച് നോട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ നിന്ന് ത്രെഡ് കുത്തി എടുക്കുക. അതിന് ശേഷം സൂചിയില ഒരു 2-3 തവണ ജസ്റ്റ് ത്രെഡ് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ കുത്തിയത് അതിനോട് തൊട്ട് ചേർന്ന് തന്നെ സൂചി താഴത്തോട്ട് കുത്തിയെടുത്ത് വലിച്ചെടുക്കാം. അപ്പം നമ്മൾ ചുറ്റിയ ത്രെഡിൽ ഒന്ന് പിടിച്ചോണ്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് ലൂസായി പോകും. ടൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പം അതൊരു നോട്ടായിട്ട് വരും. അത് ഫ്രഞ്ച് നോട്ട് ഡിസൈനാണ് കേട്ടോ. നമുക്ക് അടുത്ത ഫ്ലവറിനെ സെൻറ്ററിൽ അതുപോലെ തന്നെ സൂചി മുകളിലോട്ട് കുത്തിയെടുക്കുക. ഒരു 2-3 തവണ സൂചിയിലൊന്ന് ത്രെഡ് റൗണ്ട് ചെയ്യുക. അതിനുശേഷം സൂചി താഴോട്ട് വലിച്ചെടുക്കുക. നമ്മുടെ 2 ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കെട്ടിട്ട് വെക്കാം. അതിനുശേഷം ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഭാഗത്തും താഴെയും ചെയ്തെടുക്കാം. 2 ഫ്ലവറിൻ്റെ വെച്ച് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. ഏതെങ്കിലും ഗോൾഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. ഈ വൈറ്റിൻ്റെ സെൻറ്ററിൽ യെല്ലോ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന ഭംഗി ആയതുകൊണ്ടാണ് ഞാൻ ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്തത്. നമുക്ക് എല്ലാ ഫ്ലവറിൻ്റെയും സെൻറ്ററിൽ ഇങ്ങനെ നോട്ടിട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു വള്ളിയിലുള്ള ഫ്ലവർ മൊത്തം കംപ്ലീറ്റ് ആയി. നമുക്കിത് അഴിച്ചെടുത്ത് നോക്കാം. അപ്പം കണ്ടോ, ബാക്കിയുള്ളതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി 2 എണ്ണം കൂടെ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.